വരൂ. ചെറുക്കൻ എവിടെ നാടി? ചെറുക്കൻ അമേരിക്കയിലെ എഞ്ചിനീയറാ. അയ്യോ, ഞാൻ അവധിക്ക് വരുമ്പോ പാപ്പിച്ചായനെ ഞാൻ വിളിക്കും. ഡേ, പാപ്പിച്ചായൻ ഫോൺ നമ്പർ ഒന്നും മാറ്റരുത്. ഇനി കല്യാണത്തിന് മുൻപും പിൻപും ആരുടെയും കൂടെ പോരുത്. പക്ഷേ ഞാൻ വിളിക്കുമ്പോ വന്നേക്കണം. പാപ്പിച്ചായ, പാപ്പിച്ചായൻ എന്നെ തല്ലില്ലേ? പാപ്പച്ചായ കുപ്പിച്ചായ അവളുടെ കല്യാണവും കളവാണും. പോയിക്കോടെ എന്റെ മുന്നിൽ നിന്ന്. എന്തോ അരുതാത്ത ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഏയ്, ഇത് അരുതാത്ത ആഹാരം കഴിച്ചൊന്നും അല്ല. ഭദ്രേട്ടനൊരു അച്ഛനാവാൻ പോവാ. സത്യം? സത്യം. ഇപ്പൊ ജെസിയും കുട്ടിയും തിരിച്ചു കിട്ടിയില്ലേ? ഇനി താമസിക്കാൻ പറ്റില്ല. രജിസ്റ്റർ മാരേജ് ഉടനെ നടത്തണം. സമൂഹത്തിനും നിയമത്തിനും മുമ്പിൽ എനിക്കും ഒരു ബലം വേണം. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നടത്തണം. തിരുവേനി ഒരു രജിസ്റ്റർ ഉണ്ട്, ഒന്ന് ഒപ്പിട്ടോളൂ. ശരിയെന്ന്. പ്രിയപ്പെട്ട അമ്മാവന് വധുവരന്മാർക്ക് എൻ്റെ അഭിനന്ദനം. ജയശ്രീക്ക് അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കൊടുക്കാൻ എനിക്കായില്ല. അമ്മാവനെ പിരിഞ്ഞതിലുള്ള ദുഃഖം മാത്രമേ അമ്മയ്ക്കുള്ളൂ. അമ്മ എൻ്റെ അടുത്തുണ്ട്. അമ്മാവിൻ്റെ എല്ലാ തെറ്റുകളും അമ്മ ക്ഷമിച്ചു കഴിഞ്ഞു. അമ്മാവിൻ്റെ സന്തോഷമാണ് എൻ്റെയും അമ്മയുടെയും സന്തോഷം. അടുത്ത അവധിക്ക് ഞാനും അമ്മയും ഇല്ലത്തേക്ക് വരും. ഫോൺ വിളിച്ചാൽ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയാണ് കത്തയക്കുന്നത് എന്ന് സ്വന്തം അനന്തരവൻ വിഷ്ണു. എങ്ങനെയുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞത്? എന്റെ ചേച്ചി തിരിച്ചു വരും ഞാൻ പറഞ്ഞില്ലേ? ആ, നമ്മൾ നാളെ 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ എത്തണമെന്നാണ് രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത്. 11:30 നമ്മളുടെ കല്യാണം നടക്കും. അവിടെ നിന്ന് നമ്മൾ നേരെ ഗുരുവായൂർക്ക് പോകും. പിന്നെ അവിടെ നിന്ന് കൊടൈക്കനാൽ. അങ്ങനെ നമ്മളുടെ മധുവിധു തുടങ്ങും. അതെ ഏട്ടാ, മുല്ലപ്പൂ വാങ്ങിച്ചോ? അയ്യോ, അത് ഞാൻ കടയിൽ വെച്ച് മറന്നുപോയി. ആ കട അടയ്ക്കണതിന് മുമ്പ് ഞാൻ പോയി പെട്ടെന്ന് എടുത്തിട്ട് വരാം. അയ്യോ, ഇനി രാത്രി പോകേണ്ട ആവശ്യമില്ല. നീ പേടിക്കണ്ട, ഞാൻ പോയിട്ട് വരാം. ആരുടെ നീക്ക് വഴിമറടാ. ഭദ്ര, നീ അവരോട് കളിക്കാൻ നിൽക്കണ്ടേ, നമ്മുടെ പിള്ളേരാ. കുറിപ്പ് പ്രതികാരം തീർക്കുള്ള സമയമല്ല അത്. എടാ, നീ വിഷ്ണുവിന്റെ ഭാര്യയെ വെപ്പാട്ടിയായിട്ട് വെക്കുന്നവരെ ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ നീ അവളെ കെട്ടാൻ പോകുന്നവരെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. നല്ല കാര്യമാ. എടാ, ഞാൻ പരോളിൽ ഇറങ്ങിയതേ നമ്മൾ തമ്മിലൊന്ന് കാണാൻ വേണ്ടിട്ടാ.
ഇറങ്ങി വാടാ ചേറ്റ്. തല്ലി കൊല്ലണം. മേലാൽ എന്റെ കൺമുമ്പിൽ വന്നാൽ വെട്ടിക്കേറിക്കളയും ഞാൻ. പാപ്പച്ചേ ആ